ഇത് രാവിലെ തന്നെ ഉമ്മി ഞാൻ ചെറുതായിട്ടൊന്ന് ഉടക്കി, വേറൊന്നല്ല നോക്ക് വയലറ്റ് വഴുതന, നമ്മൾ ചട്ടിയിൽ നട്ട വയലറ്റ് വഴുതന ഞാൻ പറിക്കരുത് എന്ന് പറഞ്ഞാണ് ഉമ്മ ഇത് വീഡിയോയിലൂടെ കാണിച്ചിട്ട് പറിക്കാന്ന്. പക്ഷെ എന്താ ചെയ്യാ, ഇന്റെ പശുക്കള പരിപാടിയും ആടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും ഉപ്പേരിക്കാന്ന് ഉമ്മ അത് പറിച്ചുപോയി. നല്ല അടിപൊളി വഴുതനയാണ്, നല്ല സെറ്റാക്കി നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചാ. അതിന് ഉമ്മ ചെറുതായിട്ട് ഇപ്പൊ ദേഷ്യം പിടിച്ച് പോയിട്ട് ഇനി എന്താ വെച്ചാൽ കാട്ടിക്കുക, ഉപ്പേരിക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. അപ്പൊ എന്തൊക്കെ ഐഡിയ മാറ്റി പിടിച്ച് നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലാണുള്ളത്. ഇതിലിതാ നമ്മൾ നട്ട കുറച്ച് വഴുതനയും കാര്യങ്ങളൊക്കെ, വഴുതനൊക്കെ അതിന് മുന്നേ നമ്മൾ വഴുതന കാണിച്ചിരുന്നു. അപ്പൊ ആ വഴുതനൊക്കെ കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ഉപ്പേരിക്കുള്ള രീതിയിൽ നിന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കണം. അപ്പൊ നമ്മള് റെയിൻ ഷെൽട്ടറിനുള്ള ചെറിയൊരു വിളവെടുപ്പ് നടത്തിച്ച് അങ്ങനെ ഇറങ്ങിയതാ. ഇനി ഇത് കൊണ്ടേ കൊടുത്തില്ലെങ്കിലും ദേഷ്യം പിടിക്കുമ്പോൾ വേഗം ചെയ്യാം, നമുക്ക് വഴുതനയൊക്കെ പറിക്കണം. അപ്പൊ ഇതാ ഇതിന് മുന്നേ നമ്മൾ പൂവിട്ടൊക്കെ കാണിച്ചിരുന്നു. അപ്പൊ കായ്കളായിട്ടുണ്ട്, പക്ഷെ വലുപ്പമായി വരുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ഇതുപോലെ ഉള്ളതെന്ന് 2-3 പറിച്ചെടുക്കാം. കത്തി എടുക്കട്ടെ, കത്തി അവിടെ വെച്ചു അല്ലേ. എടുക്കാം. വഴുതന ഇനിയും വലുപ്പം വെക്കാണ്ട് ഇന്നെന്ത് ചെയ്യാ, ഉപ്പേരിക്ക് കുറച്ച് സെറ്റ് ആക്കണം. ഇത് അതിലായിണ്ടോ? ഇത് താഴ്ന്നിട്ട് കാണണ്ടേ എവിടെ? ഇത് അത്യാവശ്യം വലുപ്പമായതല്ലേ. പിന്നെ വഴുതന അധികം മൂപ്പാന്നതിന് മുന്നേ പറിച്ചെടുത്താലാണ് നമുക്ക് ഉപ്പേരി വെച്ചാലൊക്കെ ടേസ്റ്റ് കിട്ടുക. അല്ലെങ്കിൽ ഭയങ്കര വേഗം മൂത്തു, പിന്നെ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല. അപ്പൊ ഇനി അങ്ങനെ അങ്ങോട്ടൊക്കെ പോവാ. ഇതിന് അടിയിലൂടെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ. നമ്മളെ മുളക് നോക്ക്, ഇതാ ഈ മുളകിന്റെ വിത്ത് തരുമെന്നൊക്കെ ചോദിച്ചിരുന്നിട്ട് അന്ന് കമന്റ് കാണിച്ചപ്പോൾ വിത്ത് ഉണ്ട്. എന്തായാലും പറിച്ചിട്ട് കുറച്ച് വിത്ത് നമ്മളെ ചോദിച്ചെടുക്കുക. ഒന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം, ഞാൻ മറന്നു പോയിട്ടുണ്ടാവും ഏത് വീഡിയോയിൽ. അന്ന് റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ച സമയത്ത് ഈ മുളക് കണ്ടിട്ടില്ലേ. ശേഷം എരിവില്ലത്, നല്ല എരിവുള്ളതാ. കുഞ്ഞാത്തോടുന്നാ അതാ. ഇത് ആയിട്ടില്ല അല്ലേ, കുറച്ചുകൂടെ ആയത് പറിക്കുക. ഇത് ഇതിലുണ്ട് വഴുതന, നല്ല നീളം വഴുതന, അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നതാണ്. അല്ല നല്ല ഇത് പറഞ്ഞാൽ ഇതാ തായ ഇതും കൊണ്ടാണ് പറിച്ചെടുക്കുക. അപ്പൊ ഇത് അങ്ങോട്ടൊക്കെ വഴുതന ആയിട്ടുണ്ട് ഒക്കെ. അതിന്റെ ഇടയ്ക്ക് കുറച്ച് വാട്ടരോഗമൊക്കെ വന്നിട്ട് പിന്നോട്ട് മാറി കിട്ടിട്ടോ. ഈ തയ്യനൊക്കെ വന്നിട്ട് പുഴുക്കളോ, പൂക്കൾ അത്യാവശ്യം ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് നമ്മൾ പൂക്കളല്ലേ കാണിച്ചത് വീഡിയോയില്. അപ്പൊ ആ തല വരെ വഴുതന കേട്ടോ. ഇനി അവിടെ എവിടെ ഉണ്ടോ നോക്കൂ കുഞ്ഞോളെ. 2 കൂടെ ആയി നമുക്ക് ഉപ്പേരിക്കായി. ലാസ്റ്റിലുണ്ട് അല്ലേ. ഇതും കൂടെ അമ്മ പറിക്കീന, അപ്പൊ ഞാൻ കണ്ടത് നന്നായി. ഞാൻ വേഗം ബ്ലോക്ക് ഇട്ട്. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കല് പറഞ്ഞാല് രാവിലത്തെ പരിപാടികൾ പശുവിന്റെ ഞാൻ പറഞ്ഞല്ലോ ഡയറി ഫാമിൽ പണി കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഓരോ ദിവസം ഓരോ പണികൾ എടുക്കുക. അതാണ് നമ്മൾ വീഡിയോയുടെ കാണിക്കല്. അല്ലാതെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് രാവിലെ മുതൽ നടക്കുന്ന പരിപാടി ഇല്ല. അങ്ങനെ ഉമ്മ ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ പറിക്കാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഉമ്മനെ കാണാനായിട്ട് പറിച്ചാട്ടോ. ഉപ്പേരിയും കാര്യങ്ങളൊക്കെ നേരത്തെ ആക്കി വെക്കണ്ടേ, അവർക്ക് ഓരോ പണികൾ എടുക്കണ്ടേ. അതുകൊണ്ട് പറിച്ചു പോയിട്ട് ഇനി ഞാൻ ഒന്നിനും വരില്ല ഇറങ്ങണം. ദേഷ്യം പിടിച്ചിട്ട് പറിക്കൂല, ഇങ്ങനെ പറിച്ചു കൊണ്ടേ തന്നെ ഉപ്പേരിയും കറിയൊക്കെ വെക്കുള്ളൂ പറഞ്ഞു. ഞാൻ എന്താ ഉമ്മ കാട്ടിയത് ചോദിച്ചു. ആദ്യം തന്നെ വന്നിട്ട് ഉമ്മക്കായ ടെൻഷനായി. ഞാൻ ഉമ്മനെ വാങ്ങിച്ച തയ്യാട്ടോ. നമ്മളെന്ന് പറഞ്ഞിരുന്നു വയലറ്റ് വഴുതന നമ്മൾ നട്ടൊക്കെ കാണിച്ചല്ലോ അന്ന്. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഇടുന്ന സമയത്ത് നമ്മള് വയലറ്റ് വഴുതന നട്ടു. അപ്പൊ അത് കാഴ്ച പുറത്ത് ചട്ടിയിലാണ്, അത് അതിൻ്റെ ഉള്ളിലല്ല. ഇതും കൂടെ ഒന്ന് ഒപ്പിച്ചാലോ. ശരിക്കും കുറച്ചുകൂടെ നല്ല നീട്ടം വരാനുണ്ട്. ഇതാട്ടോ നല്ല പരുവതാട്ടോ. ഇങ്ങനെ എങ്ങനെ പറിക്കുക വേറെ അതോ അപ്പുറം മതി ഉപ്പേരിക്കുള്ളത്. ഇത് 2 ദിവസം കഴിഞ്ഞാല് ഇതിൽ കൂടുതൽ വിളവൊന്നും ഇല്ലട്ടോ. പിന്നെ ഫസ്റ്റ് വിളവെടുപ്പാട്ടോ ഇതിൻ്റെ ഉള്ളില്. റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ വഴുതനന്റെ ഫസ്റ്റ് വിളവെടുപ്പാണ്. ചെറിയൊരു ഉപ്പേരിക്കായിട്ട് അല്ലേ, ഇത് മതി. വഴുതന എനിക്ക് ബിയമോൾക്കൊക്കെ ഇതിങ്ങനെ റൗണ്ടിലാക്കി ചെത്തിയിട്ടിട്ട് പൊരിച്ചു കൊടുത്താൽ അവൾ സ്കൂളിലൊക്കെ അങ്ങനെ കൊണ്ടുപോകലുണ്ട്. ഇനി നമുക്ക് പറിക്കാനതാ ഏതായാലും വന്നല്ലേ മുകളിൽ കാണിച്ചു കൊടുക്കുക. അന്ന് നമ്മൾ പടുമുളായിട്ടുണ്ടായ കയ്പേന്റെ വള്ളികളൊക്കെ ഇതാ കായ്ച്ചു തുടങ്ങിയിട്ട് കേട്ടോ. നല്ല അടിപൊളി കയ്പ, ഒരു ഈച്ച കുത്തൊന്നുമില്ല, കവറൊന്നും കെട്ടി കൊടുക്കേണ്ടതൊന്നുമില്ല. ഷെയ്ഡ് നെറ്റൊക്കെ നമ്മൾ ഒന്നുകൂടെ വലിച്ചു കെട്ടിയിട്ടോ ഈച്ച കയറാതെക്കാൻ. ചില ഭാഗത്തൊക്കെ ഹോളൊക്കെ വന്നിട്ട് ഈച്ചേന്റെ ശല്യം ഉണ്ടായിരുന്നു. കക്കിരിയൊക്കെ വേഗം കുത്തിയിരുന്നു അല്ലേ. പക്ഷെ ഇത് കയ്പ എന്തായാലും ഭാഗ്യത്തിൻ്റെതാ, ഒക്കെ പടുമുള ഉണ്ടായ കയ്പകളാണ്. അപ്പുറത്തെ ചെടി 2 പടവലും കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യം കയ്പ പറിച്ചെടുക്കാം അല്ലേ. പിന്നെ ഇന്നലത്തെ വീഡിയോയിലല്ലേ കമന്റ് വന്നത്, നമ്മൾ ഓരോന്ന് വിളവെടുക്കുമ്പോഴും എന്താ പറയാ അവർക്കും ആകാംക്ഷയാണ്. നമ്മൾ പറയല്ലോ ഇപ്പൊ ഉരുളക്കിഴങ്ങ് അന്നലെ വിളവെടുത്തത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയും ഇതിന്റെ ഉള്ളിൽ എന്താ അവസ്ഥ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലാന്ന്. അതുപോലെ തന്നെ ആകാംക്ഷയാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. ഒരു ഫാമിലിയിലെ മെമ്പറെ പോലെ നമ്മളെ കണക്കൂട്ടിയിട്ടുണ്ട് കുറേ ആളുകൾ. നമ്മളെ ഡെയിലി നമുക്ക് കമന്റും കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ അവരും പറയാ എന്താ അവസ്ഥ, ഞങ്ങൾക്കും ഇങ്ങനെ നമ്മളും ലാസ്റ്റ് വീഡിയോന്റെ കാണിക്കാൻ പറ്റുള്ളൂ വിളവ് എത്ര കിട്ടിയെന്നൊക്കെ. അപ്പൊ അവർക്കും ഭയങ്കര ഞങ്ങളൊരു സാധനം വിളവെടുക്കുന്ന പോലെയാണ് നിങ്ങൾ അവിടെ എന്തെങ്കിലും പറിക്കുമ്പോഴെന്നൊക്കെ ഒരു കമന്റ് ഭയങ്കര ഇഷ്ടമായിട്ട് ആ കമന്റ്. അങ്ങനെയുള്ള ഒരുപാട് നല്ല കമന്റുകൾ വരുന്നുണ്ട്.
പിന്നെ നെഗറ്റീവ് കമന്റും വരും. അത് നമ്മൾ അതിനെ അവരെ കുറ്റം പറയുന്നില്ല. ചില ആൾക്ക് അറിവില്ലായ്മ ഉണ്ടോ ചില കാര്യങ്ങൾ എങ്ങനെയെന്ന് നമ്മളിപ്പോൾ എല്ലാം പഠിച്ചിട്ടൊന്നല്ലല്ലോ. അപ്പൊ നെഗറ്റീവ് കമന്റ് ആയാലും പോസിറ്റീവ് കമന്റ് ആയാലും ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ വീഡിയോ കണ്ട അഭിപ്രായം പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതാ 2 ടൈപ്പ് പോലെ ഉണ്ടല്ലത്. നിങ്ങളിതൊക്കെ പടുമുളായിട്ട് വന്നുകൊണ്ട് പല മോഡലും വരും. ഇനി ഇതാ എവിടെ എന്റെ ബാക്കിലോ ഇങ്ങോട്ടുണ്ടല്ലേ. കയ്പ അന്ന് കുറച്ചിട്ടത് അച്ചാറിട്ടില്ലേനോ? കയ്പ അച്ചാറിട്ട് സ്പോട്ടിൽ കഴിച്ച നല്ല ടേസ്റ്റ് ആട്ടോ. ഉമ്മാന്റെ സ്പെഷ്യലാണ് കയ്പട്ടിയല്. പിന്നെ എനിക്കിഷ്ടം ഇതിങ്ങനെ റൗണ്ടിൽ ചെത്തിയിട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല എടുക്കൂല, അങ്ങനെ വെച്ചിട്ട് പൊരിക്കുമ്പോൾ എങ്ങനെയാ ഉപ്പാക്കും എനിക്കൊക്കെ ഇഷ്ടം ഫുള്ള് വേവിക്കരുത്, ഒരു ലൈറ്റ് വേവിൽ പച്ച കുറച്ച് കടിക്കും വേണം. ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് കടിക്കുന്നത് എന്താ ടേസ്റ്റ് എന്ന് പറയാം. ഒരു കയ്പാണെങ്കിലും അതൊരു രുചിയുള്ള കയ്പാ. പിന്നെ നമ്മളെ കയ്പക്ക് റെക്കോർഡ് കയ്പ് കൂടുതലായിട്ട് കുറച്ച് എന്താ പറയുക, നമ്മളിങ്ങനെ ഓർഗാനിക്കായി ചെയ്യുന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഭയങ്കര കയ്പാ. പക്ഷെ നല്ല ഗുണങ്ങളുണ്ട്. നമുക്ക് എന്താ ഫ്രഷ് അല്ല ട്രേലയുടെ തൈകളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ തക്കാളിയുടെ തൈയൊക്കെ നട്ടിന് ഇതാ കയ്പ് നോക്ക്, ഒരു ഈച്ചകുത്ത കാര്യങ്ങളൊന്നുമില്ല. ഇതും ഫസ്റ്റ് വിളവെടുപ്പ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഇതിന്റെ ഇടയ്ക്ക് 2 പറിച്ചു അല്ലേ. പക്ഷെ ഇത്ര കൂടുതലൊന്നല്ലോ വർക്കിന്. ദൈവം ഇവിടെ ഒക്കെ ഉണ്ട്. എന്ത് സാധനം ഇപ്പൊ ഉമ്മ പറഞ്ഞിരിക്കണ് ഇനി എന്നോട് ചോദിക്കാൻ ഞാൻ നടും ചെയ്യാ, എന്നിട്ട് ഞാൻ ചീത്ത കേൾക്കും ചെയ്യാന്ന് പറിക്കണേന്. സത്യത്തിൽ ഉമ്മ ഇട്ട പച്ചക്കറിയുടെ കാര്യങ്ങളിൽ കൂടുതലും കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കൂടുതലായി ചെയ്യുന്ന പച്ചക്കറികളില്ല, ക്യാബേജ് അങ്ങനത്തെ ഞാൻ നോക്കുള്ളൂ. ഇങ്ങനത്തെ കുറച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു ഉമ്മേന്. ഇത് സ്റ്റൂൾ വേണ്ടി വരും, പറിച്ച പൊട്ടുവള്ളി അവിടെ നിൽക്കട്ടെ, സ്റ്റൂൾ എടുത്തിട്ട് വരാം. പിന്നെ എന്താ പടവലം എന്താ വലിപ്പമൊന്നും ഇല്ലല്ലോ, നീളം പടവലല്ല അത്, എന്തൊരു 3 കായ്ച്ചിട്ടുണ്ട്. ഞാൻ പറയില്ല എല്ലാവരും കുഴിയിലേന്ന്, അതിൽ ചെരങ്ങന്റെ വള്ളി പോയി. ഇതാ ചെരങ്ങന്റെ വള്ളി വലിയ കരുത്തില്ല കേട്ടോ, അതാ ചിരങ്ങിയുണ്ട്. കയ്പ് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതാ പടവലം കണ്ടില്ലേ. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു മിക്സഡ് ആയിട്ടാണ്. താഴെ നമ്മൾ ചീര ഉണ്ട്, പച്ചച്ചീരൊക്കെ ഇന്നലൊക്കെ കട്ട് ചെയ്ത്, ഈ പച്ചച്ചീര അല്ലേ. ഇങ്ങോട്ട് അവിടെ 2-3 കയ്പ പറിക്കാണ്ട്, നമുക്ക് സ്റ്റൂൾ എടുത്തിട്ട് വരാം. ഇതാ ഇന്നലെ നമ്മള് പച്ചച്ചീര ഇവിടുന്ന് കട്ട് ചെയ്തു. എല്ലാ സാധനവും ഉണ്ട്. ഇപ്പൊ 4-5 ഐറ്റം ഇതിൻ്റെ ഉള്ളിലുണ്ട്. തക്കാളി ഉണ്ട് ഇപ്പുറത്ത്, പച്ചച്ചീര, മുളകുണ്ട്. മെയിനായിട്ട് നമ്മൾ നട്ടത് പറഞ്ഞാൽ വഴുതനി മുകളിലൂടെ നമ്മൾ എന്തെങ്കിലും പടർത്താന്ന് വെച്ചിട്ട് കയ്പ, പിന്നെ അതൊക്കെ പടുമുളക് അങ്ങോട്ട് വന്നുപോയി. പിന്നെ കുഞ്ഞോളെ 2 കക്കിരിയും പറിക്കാണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് കക്കിരിന്റെ വിളവ് ഏകദേശം കഴിഞ്ഞതാ, വള്ളികളൊക്കെ നശിച്ചു തുടങ്ങി, നമുക്ക് വേറെ നട്ടു കൊടുക്കണം. ഞാനേ സ്റ്റൂൾ എടുത്തിട്ട് വരാം കേട്ടോ. അവിടെ തന്നെ ഉണ്ടല്ലോ സ്റ്റൂള്. ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. നമ്മളെ കെയില് ഊട്ടിന്ന് നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയതാ. പക്ഷെ നമ്മൾ നല്ല രീതിക്ക് ഉണ്ടാക്കിയിട്ട് കെയിലിന്റെ ഇല ഇങ്ങനെ നുള്ളി എടുക്കാനായില്ലേ. ഉപ്പേരിക്കും ഇത് ചീരാന്നാ പറയുന്നില്ല ഒരു കെയിൽ ചീര. നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സാലഡിലോട്ടൊക്കെ കെയിലിന്റെ ഇല ഒന്ന് പൊട്ടിച്ചിടാം. ഇതങ്ങോട്ട് പറിച്ചിട്ട് വരാം. കയ്പ ഇനി ഇങ്ങനെ നമ്മള് വീട്ടിൽ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിലുള്ള കയ്പ അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. കൂടുതലൊന്നും ഇല്ലെങ്കിലും വിളിച്ചിട്ട് വരണം. പച്ചക്കറികൾ ഒരു 4-5 ഐറ്റമെങ്കിലും ഇല്ലാതെ വന്നാൽ അവർക്ക് നോക്കുക. ഇതൊക്കെ ആയതാ. ഇത് കുറച്ച് ഉരുളനാട്ടോ കണ്ടോ. അപ്പൊ പച്ചക്കറിയൊക്കെ ചോദിച്ചു വരുന്നവര് ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ ഏറ്റവും നല്ലത്. പിന്നെ കമന്റിലൂടെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഒരു 4-5 ഐറ്റം ഒക്കെ നിങ്ങൾക്ക് കൊണ്ട്. ഇപ്പൊ ഒക്കെ അങ്ങനെ ഉണ്ട്. ചില സമയത്ത് 1-2 ഐറ്റം ഒക്കെ വരുമ്പോൾ അത്രയും ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ട്. ഇനിയിപ്പോ നമുക്ക് കോളിഫ്ലവറും ക്യാബേജ് ഒക്കെ അടുത്ത ആഴ്ച മുതലൊക്കെ ഏകദേശം റെഡി ആവും. ഒരു 4-5 ഐറ്റം തന്നെ കൊണ്ടുപോവാം. ഇതാ അങ്ങനെ വരുന്നവർക്ക് അപ്പം കയ്പയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പറിച്ചു കൊടുക്കാം. കയ്പ ഉണ്ടാവും, അപ്പൊ പടവലായി കിട്ടും. അങ്ങനെ ഉള്ളതെല്ലാം കുറച്ച് കൊടുക്കുക. കൂടുതലായിട്ടൊന്നും ഇതൊന്നും നമുക്ക്, ഇത് നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ കുറച്ച് നമ്മളെ ആവശ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കുക. ഒരു ഇത്രയായിട്ടുണ്ട് താണ്ടല്ലോ ഉപ്പേരിക്ക് നോക്ക്. ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉപ്പേരിക്കായി. വഴുതന പറിച്ചിട്ടില്ല, വഴുതന പറിയൊന്നും തുടങ്ങിയില്ല കേട്ടോ. ശരിക്കും പറിക്കുകയാണെങ്കിൽ വഴുതന ഇതൊന്നല്ല. വെയിറ്റ് ഉണ്ട്. ഇനി ഇതാ കക്കിരി എന്തായാലും പറിക്കുക. കക്കിരിക്കൊക്കെ ഒരു ചൗത്ത് വന്നിട്ടുണ്ടോ അല്ലേ. ഷെയ്പ്പ് നോക്ക്. ഈ വള്ളി നശിച്ചിട്ടില്ല കേട്ടോ. ഇതിമ്മ കായ് ഉണ്ടാവുന്നുണ്ട്. ഇത് പറിക്കുക. കക്കിരി ഇമ്മ പറഞ്ഞു ഓർ മൂത്തോ നിർത്തിയാല് ഷെയ്പ്പ് നോക്കി. മൂടെ വണ്ണം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കക്കിരിയായി. കക്കിരി എന്തായാലേ കഴിക്കാതെ പറ്റില്ല. ഇതിനുള്ളിൽ കയറിയിട്ട് നല്ല ചൂടുണ്ട്.
പിന്നെ ഇന്നലത്തെ കാര്യം പറഞ്ഞില്ലല്ലോ, അങ്ങനെ മഴ കിട്ടിയതിൽ ഒരു സന്തോഷമില്ല. ഈ സമയത്ത് മഴ പെയ്യാൻ പാടില്ലേനു. കുറേ ദിവസം മൂടി ഞങ്ങൾ ഒഴിവായി എന്ന് വെച്ചാൽ, പക്ഷെ ഇന്നലെ പെട്ടെന്ന് ഇങ്ങോട്ട് മൂടി വന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമായി നല്ല മഴ. ഇത് കാപ്പി കൃഷിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടി ബുദ്ധിമുട്ടായത് ഞങ്ങൾ ഓടൊക്കെ പൊളിച്ചിട്ട് വീടിന്റെ ചെറിയ പണികൾ നടക്കുന്നത്, ഓടൊക്കെ ഇറക്കിയിട്ട് അതും ബുദ്ധിമുട്ടായി എല്ലാം കൊണ്ടും. പക്ഷെ ഇന്നലെ പെയ്ത് പോയി എന്തായാലും. ഇനിയിപ്പോൾ കാപ്പി 2 ദിവസം കഴിഞ്ഞാലേ കഴിക്കട്ടെ. വലിയ ഇഷ്ടം പറഞ്ഞത് ഇങ്ങോട്ട് കൊതിയായിട്ടാണ് പെട്ടെന്ന് കാണുന്നത്. എനിക്ക് എന്നിട്ട് നീ ആരും കഴിച്ചോ? വേഗം കട്ട് ചെയ്യട്ടെ എന്നാല്. ഞാൻ വലുത് കഴിക്കും. കയ്പൊന്നുമില്ല അല്ലേ? ചിലതിന് കുറച്ച് കയ്പ് വരലുണ്ട്. ഇവിടേക്ക് കയ്പ് കൂടും കേട്ടോ. അപ്പം അങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ കാപ്പിയൊക്കെ പൂക്കും. അപ്പം ഇന്ന് നാസർക്കാൻ്റെ പരിപാടി മാക്സിമം പൂക്കുന്നതിന് മുന്നേ കാപ്പി പറിക്കാണ്ട് പറയാം. അപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അരിമ്പ് നീണ്ട് അത് പൂത്ത് ആക്കുന്ന കാണിക്കാം. ഇപ്പം ഒരിക്കലും ഈ സമയത്ത് കാപ്പി പൂക്കാൻ പാടില്ല. നമുക്കൊരു ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചോട് കൂടെയൊക്കെ കാപ്പി പൂക്കേണ്ടേ ഉള്ളൂ. കുമ്പൊക്കെ ആണ്, കുമ്പം പഴിച്ചൊക്കെ ആയിട്ട് പൂത്തായി. പക്ഷേ ഇപ്രാവശ്യം മഴ നേരത്തെ വന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. അത് നോക്കണ്ട. പിന്നെ വാഴക്കൃഷിക്കാർക്കും നമ്മൾ നട്ട പുല്ലിനൊക്കെ ഉപകാരമാണ്. ചില കൃഷിക്ക് ഉപകാരമാണ്, അങ്ങനെയും പറയാൻ പറ്റില്ല നമുക്ക്. അവർക്ക് വളം കൊടുക്കാനൊക്കെ എളുപ്പമായി. ഇതുകൊണ്ട് പറിക്കാം. കക്കിരിന് ഈച്ച പിടിച്ചിട്ടുണ്ട്. അതാ അവിടെ ഒരു കയ്പാ. നല്ല വെള്ളം ഉണ്ടല്ലോ അക്കിരിയില്. നല്ല അതുപോലെ നല്ല അരച്ചപ്പോ നല്ല ചൂടും ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. കാപ്പിയൊക്കെ വേഗം ഉണങ്ങി കിട്ടിക്കോളും. കഴിഞ്ഞില്ലേ? വന്നതിലേക്ക് 2 മുളകും കൂടെ നീ പറിക്കാം അല്ലേ? പഴുത്തത് അവിടെ നിന്നോട്ടെ. അങ്ങോട്ട് വിത്ത് വെച്ചവർക്കൊക്കെ അല്ല പഴുത്ത പറിക്കില്ല. ഇതാ ഇതിങ്ങോട്ട് ഒരു കുത്തു കൊടുക്കണം. പച്ച ഇവിടെ ആയത് ഇത് പറിക്കല്ലേ? 1-2 മുളക് മതി. അത്ര കാണിച്ചതാ. നല്ല എരിവുണ്ടാവും. കാണാൻ ഷേപ്പൊക്കെ ഒരു ഒട്ടിച്ചുങ്ങിയ പോലെയാണ്. പിരിയമുളകിന്റെ ഒക്കെ പിരിയമുളകിന്റെ ഒക്കെ ഷേപ്പ്. പക്ഷെ കണ്ടില്ലേ അതായിട്ട് വേണം. നല്ല എരിവാണ്. ഇതൊക്കെ പഴുത്തുണ്ട്. അത് നമുക്ക് പറിച്ചിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. മുളകിന് വേണ്ട, എന്നാലും വന്ന സ്ഥിതിക്ക്. അപ്പതാ ഇത്രയും വിളവെടുത്തിട്ടുണ്ട്. ഉപ്പേരിക്ക് പൊരിക്കാനായിട്ട് കയ്പിയായി, ഉപ്പേരിക്ക് വഴുതനയായി അല്ലേ? ഒക്കെ ഓരോന്നെടുത്ത്. ഇത് അങ്ങനെ സംഭവം രസമുണ്ട്. വയലറ്റ് കായ്ച്ച വിളവെടുത്ത്. വയലറ്റ് വേറൊരു ടൈപ്പ് ഒക്കെ കുറച്ച് മൂപ്പായിട്ടാണ്, നിറം മാറി വന്നാ. അടിപൊളിയായിട്ടുള്ള വിളവെടുപ്പ് കിട്ടി. ഇന്നത്തെ ഉപ്പേരിക്കുള്ളത് ഇതിനെല്ലാം കൊണ്ടേ കൊടുത്തു പോട്ടെ. എന്നാലും കയ്പൊക്കെ ഉച്ചയ്ക്ക് പൊരിച്ചു തരാൻ പറയണം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയില്. അപ്പോൾ റെയിൻ ഷെൽട്ടറിൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു വട്ടം എന്തെങ്കിലും വിളവെടുക്കാണ്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് തോന്നെ ഐറ്റംസ് നമുക്ക് കിട്ടും. ഈ മുളക് നമ്മൾ ഇവിടെ ചട്ടിയിൽ നട്ടല്ലത് ഇത് തന്നെയാണ്. ഓ ഇതിമൊക്കെ മറ്റേ പ്രാണി ഉണ്ട് കേട്ടോ. ചട്ടിയിൽ നട്ട ചീര വേണ്ടല്ലോ. ഇനി ചീരപ്പ് എല്ലാം കൂടെ ഉപ്പേരിച്ചാൽ ശരിയല്ല. അപ്പം എന്നാൽ വീഡിയോ ഇവിടെ നിർത്തല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. റെയിൻ ഷെൽട്ടറിലുള്ള വഴുതനൻ്റെ ആദ്യ വിളവെടുപ്പാണ്. ആ കൂട്ടത്തിൽ നമുക്ക് 3 സാധനങ്ങളൂടെ കിട്ടുകയും ചെയ്തു.